ഷാബാസ് ഷെരീഫ് വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച് കോടതി. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് 13 വർഷവും 9 മാസവും തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. മൃതദേഹമോ മൃതദേഹ അവശിഷ്ടങ്ങളോ കണ്ടെത്താത്ത കേസിൽ മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി. കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെ 3 പേർ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ഏറെ വിവാദം സൃഷ്ടിച്ച പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച് കോടതി. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് 13 വർഷവും 9 മാസവും, രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് 8 വർഷവും 9 മാസവും, ആറാം പ്രതി നിഷാദിന് 5 വർഷവും 9 മാസവും തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 3 പേരും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. മൃതദേഹമോ മൃതദേഹ അവശിഷ്ടങ്ങളോ കണ്ടെത്താത്ത കേസിൽ മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി. 120B ഗൂഢാലോചന, അതുപോലെ തന്നെ 347 തെളിവ് നശിപ്പിക്കൽ, 201 പിന്നെ നരഹത്യ. അങ്ങനെ 4 ഇത് പ്രകാരമാണ്, വകുപ്പുകൾ പ്രകാരമാണ് ഒന്നാം പ്രതിയെ കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുള്ളത്. അതിന് കൊടുത്തിട്ടുള്ള ശിക്ഷ 120B അനുസരിച്ച് 2 വർഷം, 347-ന് 3 വർഷം, 201-ന് 9 മാസം, 304-ന് 8 കൊല്ലം. ഇതിൽ വളരെ പ്രസക്തമായിട്ടുള്ളത് ഈ ശിക്ഷാവിധി വ്യത്യസ്തമായിട്ട് തന്നെ അനുഭവിക്കണം. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. കേസിൽ 15 പ്രതികളാണ് ഉണ്ടായിരുന്നത്. പ്രതി ചേർത്തിരുന്ന 12 പേരെ കോടതി വെറുതെ വിട്ടു. 1 വർഷത്തോളമാണ് വിചാരണ നീണ്ടുനിന്നത്. ഒറ്റമൂലി രഹസ്യമറിയാൻ വേണ്ടിയായിരുന്നു മൈസൂർ സ്വദേശിയായ പാരമ്പര്യ ചികിത്സാ വിദഗ്ധൻ ഷാബാസ് ഷെരീഫിനെ നിലമ്പൂരിലേക്ക് തട്ടിക്കൊണ്ടുവന്നത്. 2019-ലായിരുന്നു സംഭവം. തുടർന്ന് ഷാബാസ് ഷെരീഫിനെ ഷൈബിന്റെ നിലമ്പൂരിലെ വീടിന്റെ 1-ാം നിലയിൽ പ്രത്യേക മുറിയിൽ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് പാർപ്പിച്ചു. ക്രൂരമായി പീഡിപ്പിച്ചിട്ടും ഷാബാസ് ഷെരീഫ് രഹസ്യം വെളിപ്പെടുത്തിയില്ല. ഒടുവിൽ മർദ്ദിച്ചും ചവിട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം വെട്ടിനുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് കവറിലാക്കി ചാലിയാറിൽ എറിയുകയായിരുന്നു. മൈസൂരിൽ നിന്ന് ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവരാനും കൊലപാതകത്തിനും കൂട്ടുനിന്ന പ്രതികൾ സെക്രട്ടേറിയറ്റിനു മുൻപിൽ നടത്തിയ ആത്മഹത്യാ ശ്രമത്തിനു പിന്നാലെയാണ് നടുക്കുന്ന കൊലപാതകത്തിന്റെ വാർത്ത പുറംലോകമറിയുന്നത്. കേരള വിഷൻ, മഞ്ചേരി.